അപ്പോൾ നമ്മൾ തെലങ്കാനയിൽ നിന്ന് ജോഗിലുംബ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പോയത് മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശിൽ ചിത്രകൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു കാട് പ്രദേശമാണ് അവിടെയാണ് അത്രി മഹർഷിയും അനസൂയ ദേവിയും കൂടി കാലങ്ങളോളം താമസിച്ച് അവിടെ ഘോര തപസ് അനുഷ്ഠിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. തപസ് ചെയ്യണതിന് അത്രി മഹർഷിയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാലങ്ങളോളം വെള്ളമില്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന ഒരു ലാൻഡായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം അദ്ദേഹം തപസ് ചെയ്തു. ഈ തപസ് ശക്തിയിൽ അനസൂയ ദേവിക്ക് വിഷമം തോന്നിയിട്ട് അവരും ഇതിൻ്റെ ഒപ്പം ഇരുന്ന് അവിടെ ഒരു മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുക ചെയ്തു. ഉണ്ടാക്കിയിട്ട് അമ്മയും അനസൂയ ദേവിയും കൂടി തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തപസ് ഇങ്ങനെ മുഴുകിയിരുന്ന് വർഷങ്ങളോളം ഇരുന്നതിന് ശേഷം ഇത് കണ്ട് ഓരോരുത്തർ വരാൻ തുടങ്ങി. അസൂയ മൂത്ത് ത്രിമൂർത്തികൾ വരെ അവിടെ വന്നു. ത്രിമൂർത്തികൾ വന്ന് ശിവനും ത്രിമൂർത്തികൾ വന്ന് അങ്ങനെ അവിടെ അമ്മയോട് പാല് ചോദിക്കുകയും അങ്ങനെ അമ്മയ്ക്ക് ത്രിമൂർത്തികളിൽ നിന്ന് ഇത് വന്നത് ത്രിമൂർത്തിയാണെന്ന് മനസ്സിലാവുകയും ആ മനസ്സിലായതനുസരിച്ചിട്ട് അവർ ആ ത്രിമൂർത്തികളെ കുട്ടിയാക്കി മാറ്റുകയും ചെയ്തത്. കുട്ടിയാക്കി മാറ്റിയിട്ട് ആ കുട്ടികൾക്ക് പാല് കൊടുക്കുകയും ആ പാല് കൊടുത്ത് ഉറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുടിക്കുകയും അങ്ങനെ ദിവസവും ഇങ്ങനെ പാല് കൊടുത്ത് ഉറക്കി അവസാനം ദേവലോകത്തും എല്ലാവരും അന്വേഷിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഇവിടെ കണ്ടെത്തുകയും അമ്മയോട് ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ത്രിമൂർത്തികളെ പൂർണ്ണ രൂപത്തിലാക്കുകയും അതിൻ്റെ ഇതായിട്ട് പ്രതിഫലമായിട്ട് എന്താണ് വരം വേണ്ടത് ചോദിച്ചപ്പോൾ നിങ്ങൾ 3 പേരും 3 കുട്ടികളായിട്ട് എനിക്ക് എൻ്റെ വയറ്റിൽ ജനിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ദത്താത്രേയനും പിന്നെ ചന്ദ്രനും പിന്നെ ശുക്രാചാര്യരും ദുർവാസാവും ഇവർ 3 പേരും ദുർവാസാവും ചന്ദ്രനും പിന്നെ ദത്താത്രേയൻ ഇവർ 3 പേരാണ് കുട്ടികളായിട്ട് അവർക്ക് ജനിക്കുകയും അങ്ങനെ അതാണ് അവിടുത്തെ സ്റ്റോറി വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ തപസ് ചെയ്ത് അവർക്ക് അവിടെ ഗംഗ പ്രത്യക്ഷപ്പെടുകയും മന്ദാകിനിയായിട്ട് അവിടെ വന്ന് ഈ അമ്മയുടെ കണ്ണീര് വീണാണ് ഇതിൽ മനം തോന്നുന്നതാണ് ഗംഗ വരുന്നത്. പിന്നെ ഗംഗയ്ക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ വരികയും ശിവൻ്റെ അതേപോലെ ശിവപ്രതിഷ്ഠയിൽ ശിവനും അവിടെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ സ്ഥിരമായിട്ട് അവിടെ പ്രത്യക്ഷത്തിൽ വരികയും ഇതാണ് ആദ്യത്തെ ലിംഗമായിട്ട് ലിംഗപുരാണത്തിൽ പറയുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അത്രേഷ്യ ലിംഗം ആയിട്ട് അവിടെ ഇത് ചെയ്യും. ഇത് ശരിക്കും ഗുപ്തത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഒരു ലിംഗം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ലിംഗം ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എനർജി സെൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങളവിടെ എത്തി. അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല, പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു എനർജി സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ബുക്കിലുമൊക്കെ വായിച്ച് നമ്മുടെ സ്റ്റുഡൻസ് വായിച്ചിട്ട് അത്രേഷ്യ ലിംഗത്തിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെ കുത്തത്തിൽ വെച്ചിരിക്കുകയല്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴി പെട്ടെന്ന് അത്രേഷ്യ ലിംഗമായിട്ട് കണക്ഷൻ വരികയും അവിടെ നിന്ന് നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ ഇരുന്ന് ധ്യാനിച്ച് ആ ഊർജ്ജത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ട് നേരെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ മന്ദാകിനിയുടെ സൈഡിലായിട്ട് ഹനുമാൻ ഇങ്ങനെ ഒരു സ്വയംഭൂവായിട്ട് കിടക്കുന്ന രൂപത്തിൽ കാണുന്നത്. വലിയ സ്വയംഭൂ ഹനുമാൻ കിടക്കുക. അപ്പോൾ അവിടെ പോയി നമ്മൾ ധ്യാനിച്ച് കഴിഞ്ഞപ്പോൾ ഹനുമാൻ കാലിൻ്റെ കീഴ്പോട്ടേക്ക് എനർജിയില്ല, കാലിൻ്റെ മുകൾപോട്ടേക്ക് മാത്രം എനർജി ഉണ്ട്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഇവർ ഈ ഹുണ്ടി വയ്ക്കുന്നത്, പൈസ ഇടാനുള്ള ഹുണ്ടി വയ്ക്കുകയും അവരെ പാത്രവുമൊക്കെ അവിടെ സൈഡ് കാലിൻ്റെ അവിടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാലാണ് അവിടുത്തെ ആ എനർജി പ്രസൻസ് ത്രൂ ഔട്ട് ഇതിൽ വരുള്ളൂ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അവരത് അംഗീകരിച്ചിട്ടുണ്ട്. അവരവരുടെ ഒരു
അവിടെ ഒരു ബോർഡർ പോലെ ഒരു കെട്ടിത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മന്ദാകിനിയുടെ തീരത്ത് തന്നെയാണ് അത് ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് അവിടെ ഒരു അമ്പലത്തിലേക്ക് പോയി. ഇതിൻ്റെ അവിടെയാണ് ഒരു 2-3 നില കെട്ടിടത്തിൽ നിറച്ചും ഈ സ്റ്റോറീസ് മുഴുവൻ അവിടെ നല്ല ഭംഗിയായിട്ട് കൊത്തി വച്ചിട്ടുണ്ട്. സിമെൻറ്റിൽ നല്ല ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. കുറച്ച് സമാധീസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ സമാധിയും അതിൻ്റെ ഒപ്പം തന്നെ ത്രിമൂർത്തികളെ ആട്ടുകൊട്ടിയിലിട്ടിങ്ങനെ ആട്ടിക്കൊണ്ട് ഏത് നേരവും ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതും കൂടി അവിടെയുണ്ട്. പക്ഷേ അവിടെ ബ്രഹ്മാവിൻ്റെ അതിലെന്തോ എനർജി കുറവാണ്. പക്ഷേ വിഷ്ണു ശിവനും ആ നല്ല നല്ല ചാർജ് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നിങ്ങളുടെ പട്ടണം വരികയാണ്. വീണ്ടും ഈ സെയിം സ്ഥലത്തെത്തിയപ്പോൾ നമുക്ക് വീണ്ടും അവിടേക്ക് കണക്ഷൻ വരാണ് മുകളിലേക്ക്. അപ്പോൾ ഏകദേശം നമ്മളൊരു 5:30 അപ്പോൾ ഇരുട്ടായി. എന്നിരുന്നാലും അവിടുത്തെ കണക്ഷന് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് നമ്മൾ സ്റ്റുഡൻസ് നമ്മളും കൂടി നമ്മൾ ആദ്യമായിട്ട് പോകുന്ന കാട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ നടന്ന് തുടങ്ങി ഒന്ന് വളഞ്ഞ് ഒരു സ്റ്റെപ്പ് അല്ല ഒരു കയറ്റം കയറി ഞങ്ങൾ ചെല്ലണ സമയത്ത് റൈറ്റ് സൈഡിൽ ആ കാടിൻ്റെ അവിടെ നല്ല വലിപ്പമുള്ളൊരു നന്ദികേശൻ ഭയങ്കര ഒരു അട്രാക്റ്റീവ് വേയിൽ അവിടെ നിന്ന് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അത് ഭയങ്കര ഒരു നല്ല എനർജി പ്രസൻസ് ഉള്ള നന്ദികേശനായിരുന്നു. അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് അത് സാധിച്ചു. അങ്ങനെ നന്ദികേശനെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ചെല്ലുന്ന 2 കിലോമീറ്റർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓപ്പൺ സ്പേസിൽ ഒരു ശിവലിംഗം ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തോന്നിയാൽ നമുക്കാവുമ്പം ഒരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ ഊർജ്ജം സെൻസ് ചെയ്യേണ്ടവർക്ക് ഭംഗിയായിട്ട് അത് സെൻസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അനസൂയ ദേവിയുടെ അത്രി മഹർഷിയും തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലവും ആ ആശ്രമവും. ഇപ്പോഴും അവിടെ ഒരു ഷെഡ് പോലെ ഒരു ആശ്രമമുണ്ട്. ഒരു സ്വാമി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിവലിംഗം പണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അത് പിൽക്കാലത്ത് പോയി. ഇപ്പോൾ ഒരു 60 വർഷമായിട്ട് ഇപ്പോൾ വേറൊരു ശിവലിംഗം നന്ദികേശ്വരിയും അവിടെ വച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പണ്ടത്തെ ആ ഊർജ്ജം അതേ രൂപത്തിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആ സൂക്ഷ്മ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശിവലോകമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. ഞങ്ങളത് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആ ഊർജ്ജത്തിൻ്റെ പ്രസൻസിൽ ആ ക്യാമറയിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഗുപ്തത്തിലിരിക്കുന്നതുകൊണ്ടാവാം ആ രഹസ്യം പുറത്തു വിടണമെന്ന് പറഞ്ഞുകൊണ്ടാവാം അങ്ങനെ ഇതായത്. അത് അങ്ങനെ ആ വീഡിയോ ഡിലീറ്റായി പോയി. നമ്മളതിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് അവിടുത്തെ MP-യിലെ ചിത്രക്കൂടിൻ്റെ രഹസ്യങ്ങൾ. നമസ്തേ.